കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാവുക. ഞങ്ങളുടെ വനിതാ പ്രവർത്തകരുൾപ്പെടെ യൂണിവേഴ്സിറ്റി യൂണിയനിൽ വിജയിച്ച് കയറിയ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിദ്യാർത്ഥിനികളായിട്ടുള്ള ആളുകളെ പോലും യാതൊരു മര്യാദയുമില്ലാത്ത രീതിയിലേക്കാണ് അവർ ആക്രമിക്കാൻ ശ്രമിച്ചത്. സ്വാഭാവികമായും ഞങ്ങളുടെ പ്രവർത്തകർക്ക് വലിയ രീതിയിലേക്കുള്ള ആ പരിക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. SFI ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമാണ് പറയുന്നത്. ഇല്ല, സെനറ്റിന്റെ വോട്ടെണ്ണൽ നടക്കുകയാണ്. 4 സീറ്റിൽ കുറയാതെ കേസ് അപ്രമാദിത്യം കേരള യൂണിവേഴ്സിറ്റിയിൽ അവസാനിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് വലിയ രീതിയിലേക്കുള്ള പോലീസ് സുരക്ഷിതത്വം ഉണ്ടാകണമെന്ന് കോടതി നിർദ്ദേശമുണ്ടായത്. SFIക്ക് അക്രമം അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് പോലീസ് വേദിയൊരുക്കി. KSUക്കാരെ കയ്യേറ്റം ചെയ്യാൻ പോലീസ് നിന്നുകൊടുത്തു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എത്ര നേരം? ഏകദേശം 1/4 മണിക്കൂറോളാണ് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയായിട്ടുള്ള ഞങ്ങളുടെ യൂണിയൻ മെമ്പേഴ്സുമായി ഞങ്ങൾ അവിടെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിന്നത്. ഞങ്ങൾ ഒരു വലിയ രീതിയിലേക്ക് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് പോലും അവരത് ഗൗനിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇവിടെ കേരള പോലീസിൽ SFIക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു കാര്യം മാത്രം കേരള പോലീസ് കുറിച്ചിട്ടുകൊള്ളുക, കൃത്യം ഒരു വർഷത്തിന് ശേഷം ഇവിടെ കേരളത്തിൽ SFIയുടെയും CPMന്റെയും പേക്കൂത്ത് അവസാനിക്കാൻ പോവുകയാണ്. ജനാധിപത്യപരമായ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കയറും. തീർച്ചയായിട്ടും ഇതിന് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാവും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും ഇതിന്റെ പ്രതിഷേധങ്ങൾ ഏത് തരത്തിലാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രം പറയുന്നു. ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചില്ല, ഇനിയും അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇരുവിഭാഗം വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഈ സംഘടനത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. SFIU KSU പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ചേരിതിരിഞ്ഞ ആക്രമണമുണ്ടായി. നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. പോലീസ് ലാത്തി വീശി. സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് തിരുവനന്തപുരം വളയത്തിൽ പ്രവർത്തിക്കുന്ന കേരള സർവകലാശാല ആസ്ഥാനം അല്പസമയം മുൻപ് വരെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇരുഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. SFI ഒപ്പം തന്നെ KSU സംഘടനകളുടെ നേതാക്കന്മാർ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഗോപാലും ഒപ്പം തന്നെ RB സനൂപുമുണ്ട് വിവരങ്ങൾ നൽകാനായി. ഈ സംഘർഷഭരിതമായ